നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരനെ, കാസിം എന്ന് പറയുന്ന MSFകാരനെ തീവ്രവാദിയാക്കാനും വർഗീയവാദിയാക്കാനും CPM ശ്രമിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. കേരള പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്, ആ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഈ നാട്ടിൽ വിധ്വംസന പ്രവർത്തനങ്ങൾക്ക്, മതവർഗീയവാദം വളർത്തുവാൻ വേണ്ടി, അത്തരത്തിൽ വോട്ട് പിടിക്കാൻ വേണ്ടി ഗൂഢാലോചന ഭാഗമായിട്ടാണ് അങ്ങനെയൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്ന് കേരള പോലീസ് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിൽ റിപ്പോർട്ട് കൊടുത്തതാണ്. അങ്ങനെ കൊടുത്ത റിപ്പോർട്ടിന്റെ ഫേസ്ബുക്കിലെ ലിങ്ക്, ഫേസ്ബുക്കിന്റെ പോസ്റ്റ് ഇന്നും CPMന്റെ പയ്യോളി ഏരിയ സെക്രട്ടറി ഷിബുവിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ നാട്ടിൽ വർഗീയത വളർത്താൻ, ഈ നാട്ടിൽ വർഗീയതയോടുകൂടി വോട്ട് പിടിക്കാൻ, ആ തരത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോസ്റ്റാണ് എന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത ആ പോസ്റ്റ് നീക്കം ചെയ്യാൻ പിണറായിയുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ സമയം വരെ മെച്ചക്ക് ഒരു റിപ്പോർട്ട് പോലും അവർ കൊടുത്തിട്ടില്ല. മുൻ MLA ലതിക ആ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുന്നോട്ട് പോകുന്നു. CPMന്റെ പല നേതാക്കന്മാർ മുന്നോട്ട് പോകുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് ഒരു മതത്തിന്റെ പ്രശ്നമല്ല. നാളെ അത് രൂപേഷ് ആവാം, അതേപോലെ തന്നെ നാളെ വേണമെങ്കിൽ സന്ദീപ് ആവാം. കാരണം ഇത് തരാത്തരം മാറ്റി ഇവിടെ വർഗീയത വളർത്താനും വർഗീയതക്കനുസരിച്ച് വോട്ട് പിടിക്കാനും CPM എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിലെ കേസിൽ മെറ്റയോട് ആവശ്യപ്പെട്ട് അത് മാറ്റാൻ ഇവിടുത്തെ പോലീസിന് സൗകര്യമില്ലാത്ത സമയത്താണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകന്മാരും തെളിവ് സഹിതം കൊണ്ടുവന്ന കാര്യങ്ങൾ മെറ്റയുടെ സഹായത്തോടുകൂടി പിണറായിയുടെ സംഘി പോലീസ് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു.